നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ടിപ്പർ ലോറികൾക്കെതിരെയുള്ള നടപടിയിൽ മാത്രം ഒതുങ്ങുന്നതിന് കൂടുതൽ തെളിവുകൾ. വയൽ നികത്തിയ മണ്ണെടുത്ത് മാറ്റി സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ 6 മാസം മുൻപ് പുറത്തിറക്കിയ ഉത്തരവ് ഇതുവരെ നടപ്പാക്കിയില്ല. കുറ്റിക്കാട്ടൂർ വില്ലേജിലാണ് കളക്ടറുടെ ഉത്തരവ് കാറ്റിൽ പറത്തി ഉദ്യോഗസ്ഥർ ഭൂമാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നത്. കുറ്റിക്കാട്ടൂർ വില്ലേജിൽ വെള്ളിപ്പറമ്പ് ദേശത്ത് റീസർവേ നമ്പർ 90/4ബിയിൽപ്പെട്ട സ്ഥലത്ത് വയൽ നികത്തിവെച്ച കെട്ടിടമാണിത്. 2013 ഭൂമി തരം മാറ്റിയത്. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണെടുത്തു മാറ്റാനും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നും കാണിച്ച് 2016 സെപ്റ്റംബറിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവാണിത്. പകർപ്പ് കോഴിക്കോട് തഹസിൽദാർ, കുറ്റിക്കാട്ടൂർ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, മെഡിക്കൽ കോളേജ് SI എന്നിവർക്ക് നൽകി. 6 മാസം പിന്നിട്ടിട്ടും ഇതിൽ നടപടിയില്ല. സ്ഥലത്ത് കെട്ടിടം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമപ്രകാരം ഭൂവുടമയ്ക്കെതിരെ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരം കേസെടുക്കണം. RDOയും വില്ലേജ് ഓഫീസറുമാണ് ഇതിനുള്ള നടപടിയെടുക്കേണ്ടത്. ഇവിടെ അതും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണിത്. ഭൂ ഉടമസ്ഥന്മാർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ ബാധിക്കുമെന്ന് അവർ രഹസ്യമായും പരസ്യമായും പറയുന്നുണ്ട്. അതുകൊണ്ട് ഏക പോംവഴിയായി ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വാഹന ഉടമസ്ഥന്മാരെ പീഡിപ്പിക്കുകയും അവരോട് വലിയ തുക വാങ്ങിക്കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മുതൽക്കൂട്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇതേ സ്ഥലത്ത് മണ്ണിട്ടതിന് റവന്യൂ വകുപ്പ് പിടികൂടിയ ടിപ്പർ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല. ഇതേക്കുറിച്ച് RDO ഉൾപ്പെടെയുള്ളവരോട് അന്വേഷിച്ചപ്പോൾ കേസ് പഠിക്കണമെന്നായിരുന്നു മറുപടി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ടിപ്പർ ലോറികൾക്കെതിരെ മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിനുണ്ടായ ഈ ഗതി. മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്.